ഇതിലൊന്നും ഇറങ്ങായിരുന്നൂലേ? അവിടെ അന്യായ ഒഴുക്കാണ്. ഞാൻ ഇറങ്ങി നോക്കട്ടെ, ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഓ അതേ കാര്യം വെച്ചു. ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയാസ് സെറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുഴയിൽ പോകാൻ പോവാണ്. പുഴയിൽ വെള്ളം, കനാലിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ കുപ്പിയൊക്കെ വെള്ളമുണ്ട്. നേരിട്ട് കാണുമ്പോഴാണ് വെള്ളം അറിയാൻ പറ്റുള്ളൂ എന്തോരം ഉണ്ടെന്ന്. ഇതിൽ കൂടെയാണ് നമ്മൾ പുഴയിലേക്ക് പോകുന്ന വഴി. കുറച്ച് ദൂരമുള്ളൂ. ഇതുണ്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ ഒഴുകി വന്ന അവിടെ വെള്ളച്ചാട്ടമൊക്കെ. CCTV ഉണ്ട് വീട്ടിൽ, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും നോക്കും. അയ്യോ, സൂം ചെയ്യാം. ഇതാ CCTV ആണ്, 360 വ്യൂ ആണ്. ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ അത് ഇങ്ങോട്ട് തിരിയണില്ല. സാധാരണ തിരിയണയാണ്. വേണം. ഇതെൻ്റെ ഷാളാണ്, ഇതെൻ്റെ ഷാളാണ്. പക്ഷെ ഇത് ചേരൂല ഇതിൻ്റെ കൂടെ, വെളിവില്ല പറഞ്ഞിട്ട്. എൻ്റെ ഷാളാണ്. ഇത് അവിടെ ആയിട്ടാണ് പുഴ ശരിക്കും. ക്ലാരിറ്റി പോവുക സൂം ചെയ്യുമ്പോൾ. ഇവിടെ ആയിട്ട് എന്തോ പണിയുണ്ട്. ഇത് വീടാണോ എന്താണോ എന്തോ പണിയുണ്ട്. കുറേ പേര് നിൽക്കുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് ദൂരെ ലീറ്റ് ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് തന്നെ എനിക്ക് അങ്ങനെ നേരെ നോക്കുമ്പോൾ വെള്ളം കാണും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുട്ടാണ്. ഈ ക്യാമറയിൽ എന്താണോ തെളിഞ്ഞു കാണുക. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. അങ്ങനെ ഇരുട്ടല്ല, എന്നാലും ഭയങ്കര ഒരു ഡാർക്ക്നെസ്. വെട്ടമില്ല. ഇപ്പം സമയം എത്രയായി? ഇപ്പം 6:30 ഇതൊരു കൊച്ചു സൈക്കിളായിട്ട് കൊണ്ടുവരുന്നു. ക്ഷീണം വരെയായി വെള്ളം. ഇതായിക്ക അവിടെ നിൽക്കണ വരെ വെള്ളം. ഇവിടുത്തെ വീട്ടിലൊക്കെയാണ് ഫസ്റ്റ് കയറുക. നമ്മുടെ വീട്ടിൽ കയറാറില്ല വെള്ളം. കണ്ടോ, ഇക്കോടൊക്കെ ഇറക്കുക. ഫസ്റ്റ് ഇവിടെയാണ് വെള്ളം. ഞങ്ങളുടെ വീട്ടിൽ 2018 പോലും കയറിയില്ല. ഈ പ്രാവശ്യം അതിനേക്കാളും വലിയ വെളുപ്പൊക്കെയാണ് ചെരുപ്പിലേക്ക്, എന്നാലും കയറില്ലേ. ഓ ശരിക്കും പറഞ്ഞാൽ ദങ്ങി അറ്റത്താണ് പുഴ കിടക്കണേ. ഓ ദേ ഇവിടെ തോണിയൊക്കെ ഉണ്ട്. മീനൊക്കെ പിടിക്കാൻ സൂപ്പർ. വാപ്പി ഉണ്ട്. ഇറങ്ങാറുന്നേ അങ്ങോട്ടൊക്കെ കയറി. നമുക്ക് അപ്പുറത്തേക്ക് പോകും. ഇവിടെ ഒരായിട്ട് നഴ്സറി പണിതാണ്. പക്ഷെ ഇവിടെ ഒരു തോണി. നഴ്സറിയൊക്കെ ഫസ്റ്റ് മുങ്ങിയത് കണ്ട. അതിൻ്റെ ഉള്ളിൽ നിറച്ച് വേസ്റ്റാണ് വെച്ചേക്കാം. ഓ ഇതേ ഭയങ്കര ഒഴുക്കാട്ടോ അവിടെ. ദേ അവിടെ വീടൊക്കെ നോക്കി ഇങ്ങോട്ട് വന്ന്. കൊതുകൊക്കെ ഉണ്ട്. ദേ അവിടെയൊക്കെ വീട് കണ്ടു. ദേ അവിടെയൊക്കെ വീട്, അവരുടെ വീടിന്റെ അതിക്കോടെ. അവിടെ നോക്കിയെന്ന് അവിടെ വീട് കാണാറ്. ഗൈസ് ദേ മഴ പെയ്ത്. ഞങ്ങൾ മഴ നിന്നപ്പോ വന്നതാണ്. എന്താ ചെല്ലോ ഏത് അവിടെ കേറിയിരുന്നു. ഇവിടെ തോണിയുണ്ട്. ഇതിലൊന്നും ഇറങ്ങായിരുന്നൂലേ? ഞാൻ ഇറങ്ങട്ടെ.
അവിടെ അന്യായ ഒഴുക്കാണ്. ഞാൻ ഇറങ്ങി നോക്കട്ടെ, ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഓ അതേ കാര്യം വെച്ചു. ഇത് നിറച്ച് വെള്ളം. അതേ പണി. അയ്യോ ചങ്ങല ഇട്ടിട്ടില്ല. ഓ ഇതന്നെ ഇതാണ്. പക്ഷെ അവിടെ എന്തോ റബ്ബറും തോട്ടം ഒന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാടായിരുന്നു. ഇപ്പം നല്ല ഇതായിട്ട് കാണുന്നുണ്ട്. പുല്ല് പറിക്കലേ വെള്ളത്തിൽ കൂടെ വന്നു. ഇവിടെ പക്ഷെ അടിപൊളി രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇത് കയറി കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവൂല. ഞാൻ അങ്ങേ അറ്റത്ത് നോക്കിയേ. ആ ശരിക്കും പറഞ്ഞത് ദങ്ങി അറ്റത്താണ് പുഴ. പക്ഷെ കയറി ഇത്രയും. ഞങ്ങളിപ്പോൾ വീടിൻ്റെ അവിടെയാണ് നിൽക്കണേ. ഈ മരമൊക്കെ ഒക്കെ രാത്രി ഇപ്പം ഭയങ്കര മഴ പെയ്തപ്പോൾ ഞങ്ങളവിടെ കയറി നിന്നതാണ്. നോക്കി ഇതിൽ കൂടെ വെള്ളം ഒഴുകി അങ്ങോട്ടും പോകണം, അവിടെ നിന്ന് ഇങ്ങോട്ടും പോകണം. ആ ഇവിടെ കനാലാണ്, അതും നിറഞ്ഞു. ഇവിടെ മൊത്തം വെള്ളം കെട്ടിക്കിടക്കുവാണ്. ഞങ്ങളിതാ കൊടയും ചൂടി പോകുന്നു. ഉമ്മയുടെ ഫ്രണ്ടിൽ നടന്നു പോവാണ്. അപ്പോൾ നമ്മൾ പുഴയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.